പിണറായി വിജയനെതിരെ വീണ്ടും RSS സംഘപരിവാർ ഭീഷണി. ഹൈദരാബാദിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് തെലങ്കാന BJP MLA രാജാ സിംഗിന്റെ ഭീഷണി. എന്ത് വില കൊടുത്തും പിണറായിയെ തടയുമെന്നാണ് ഭീഷണി. വിശദാംശങ്ങളുമായി ജോർജറ്റ് ചേരുന്നു. ജോർജറ്റ്, വീണ്ടും ശക്തമായ രീതിയിൽ ഭീഷണി ഉയർത്തി സംഘപരിവാർ സംഘടനകൾ, BJP അടക്കം രംഗത്ത് വരുന്നു. MLA പുതിയ ഭീഷണി ഉയർത്തുമ്പോൾ എന്തൊക്കെയാണ് വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്? പ്രജീഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംഘപരിവാർ സംഘടനകൾ തുടർച്ചയായി ഭീഷണി ഉയർത്തിയാണ്. മംഗളൂരു പരിപാടിയിൽ മുഖ്യമന്ത്രിയെ തടയുമെന്ന് പറഞ്ഞതിന് പിന്നാലെ മധ്യപ്രദേശിൽ നിന്ന് BJPയുടെ നേതാവായ കുന്ദൻ ചന്ദ്രാവത് മുഖ്യമന്ത്രിയുടെ തല കൊയ്താൽ 1 കോടി രൂപ ഇനാം നൽകാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഭീഷണി ഉയർത്തിയത്. അത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ മാർച്ച് 19 CPM സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയാൽ തടയും, ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഭീഷണിയുമായി ഹൈദരാബാദിലെ തെലങ്കാനയിൽ നിന്നുള്ള BJP MLA രാജാ സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും തടയും, ഹൈദരാബാദിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയാൽ മുഖ്യമന്ത്രിയെ കാലുകുത്താൻ അനുവദിക്കില്ല, വരുമ്പോൾ മുഖ്യമന്ത്രി എത്തിയാൽ അപ്പോൾ കാണാം എന്ന തരത്തിലാണ് അദ്ദേഹം ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി ഹൈദരാബാദിൽ CPM സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. കേരളത്തിലെ RSS സുഹൃത്തുക്കൾക്ക് വധഭീഷണിയും കൊല്ലപ്പെടുകയും മറ്റും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഹൈദരാബാദിലെത്തിയാൽ തങ്ങൾക്ക് മിണ്ടാതിരിക്കാനാകില്ല എന്നതിൻ്റെ പ്രതികാര നടപടിയുടെ ഭാഗം എന്ന തരത്തിലാണ് ഇപ്പോൾ BJP MLA തന്നെ രാജാ സിംഗ് എന്ന് പറയുന്ന തെലങ്കാനയിലെ BJP MLA ഇപ്പോൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടുത്ത മാർച്ച് 19 അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ മംഗളൂരു പരിപാടിയിലും മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഒരു പരിപാടിയിലും തന്നെ തടുക്കാൻ ആകില്ല എന്ന തരത്തിൽ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രി RSS സംഘപരിവാർ സംഘടനകൾക്കെതിരെ തന്റെ നിലപാടുകളും വ്യക്തമാക്കിയിരുന്നു. മധ്യപ്രദേശിൽ നേരത്തെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാത്തത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സംസ്ഥാനത്തെ സർക്കാർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിയത് എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ തുടർച്ചയായി ഇത്തരം ഭീഷണികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഹൈദരാബാദിൽ CPM സംഘടിപ്പിക്കുന്ന പരിപാടി മാർച്ച് 19 ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഈ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഹൈദരാബാദ് സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ആ പരിപാടിക്ക് അനുമതി നൽകരുത് എന്നാണ് ഇപ്പോൾ BJP MLA ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും മാർച്ച് 19 CPM സംഘടിപ്പിക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രസംഗിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. പ്രജീഷ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും RSS സംഘപരിവാർ ഭീഷണി. മാർച്ച് 19 പരിപാടിയിൽ ഹൈദരാബാദിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ തെലങ്കാനയിലെ BJP MLA വ്യക്തമാക്കുന്നത്. UDF സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ഉത്തരവുകളെ വിമർശിച്ച് CNDG. ഉത്തരവുകളിൽ ഗുരുതര നിയമലംഘനം ഉണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മെത്രാൻകായൽ, കടമക്കുടി ഉൾപ്പെടെയുള്ളവയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ബാർ, ബിയർ, വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ സുതാര്യതയില്ലെന്നും CNDG റിപ്പോർട്ട് വിമർശിക്കുന്നു. UDF സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകളിലെല്ലാം ഗുരുതര ക്രമക്കേട് നടന്നെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കണ്ടെത്തൽ. വിവാദ ഉത്തരവുകൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് CAG ക്രമക്കേട് അടിവരയിട്ടിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, കോട്ടയം ഇടനാഴി, കോട്ടയം നാട്ടകത്തെ മൊബിലിറ്റി ഹബ്, മെത്രാൻകായൽ, കടമക്കുടി പദ്ധതികൾക്ക് അനുമതി നൽകിയതിൽ നെൽവയൽ നീർത്തട നിയമം അടക്കം ഭൂസംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചുവെന്ന് CAG വിമർശിക്കുന്നു. ചട്ടവിരുദ്ധമായ തീരുമാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പിട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിവാദമുയർന്നതിനെ തുടർന്ന് മെത്രാൻകായൽ, കടമക്കുടി ഉത്തരവുകൾ 2016 മാർച്ചിൽ റദ്ദാക്കി. വിവാദ തീരുമാനങ്ങൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നതായി സർക്കാർ CAGയെ അറിയിച്ചിട്ടുണ്ട്. ഉപസമിതി തീരുമാനമെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും CAG വ്യക്തമാക്കുന്നു. മൂന്നാറിലും വാഗമണിലും അടക്കം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ സംസ്ഥാനത്തുടനീളം തരം മാറ്റിയ ഭൂമിയെ പൂർവ്വസ്ഥിതിയിലാക്കാനോ സർക്കാർ നടപടിയെടുത്തില്ല. ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ലൈസൻസ് നൽകിയതിൽ സുതാര്യതയില്ലായിരുന്നുവെന്നും CAG വിമർശിക്കുന്നു. സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് ദേശീയപാതയോരത്ത് 2013 മുതൽ 2016 വരെയായി 10 പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസുകൾ നൽകി. 418 ബാറുകളിൽ ശുചിത്വ പരിശോധന പൂർത്തിയാക്കും മുൻപാണ് 2014-15 മദ്യനയം സർക്കാർ പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത 1.07 ലക്ഷം ലിറ്റർ മദ്യം മാറ്റുന്നതിൽ എക്സൈസ് പൂർണ്ണമായും പരാജയപ്പെട്ടു.
സ്വർണത്തിന് ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് 2475.55 കോടി രൂപയാണ്. വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞുകിട്ടാനുള്ള റവന്യൂ കുടിശ്ശിക 2323 കോടി രൂപയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നു സമ്മതിച്ച് മുൻ പാക് സുരക്ഷാ ഉപദേഷ്ടാവ്. പാകിസ്ഥാന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണ് ആക്രമണം നടത്തിയതെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ദുറാനി വെളിപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമോദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി പറഞ്ഞു. ദില്ലിയിൽ നടക്കുന്ന 19ാമത് ഏഷ്യൻ സെക്യൂരിറ്റി കോൺഫറൻസിലാണ് പാകിസ്ഥാൻ മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ തുറന്നു പറച്ചിൽ. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണെന്ന് മുഹമ്മദ് അലി ദുറാനി പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി കൂട്ടിച്ചേർത്തു. I know for definite, I have very good information that the government of Pakistan or the ISI was not involved. I am 110% sure. 2008 നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ മുഹമ്മദ് അലി ദുറാനിയായിരുന്നു പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ്. പാകിസ്ഥാനിൽ നിന്നും കടൽമാർഗം മുംബൈയിലെത്തിയ 10 തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 164 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ സേന പിടികൂടിയ തീവ്രവാദികളിൽ ഒരാളായ അജ്മൽ കസബിനെ പിന്നീട് തൂക്കിലേറ്റി. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഇന്ത്യക്ക് വിജയം നേടാനായി. മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ നിന്നും അദ്വാനിയെ ഒഴിവാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ അദ്വാനിയെ ഒഴിവാക്കാനാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ ബാബറി മസ്ജിദ് തകർക്കൽ കേസിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ പരാമർശം. LK അദ്വാനി അടക്കം 12 BJP നേതാക്കളെ ബാബറി മസ്ജിദ് കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള CBI നീക്കത്തിനെതിരെ സമർപ്പിച്ച കേസിൽ അന്തിമവിധി ഈ മാസം 22-ന് പുറപ്പെടുവിക്കും. നിലവിൽ LK അദ്വാനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അദ്വാനിയെ കൂടാതെ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് തുടങ്ങി 12 BJP നേതാക്കളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. കല്യാൺ സിംഗ് ഇപ്പോൾ രാജസ്ഥാൻ ഗവർണറാണ്. അദ്വാനി നടത്തിയ രഥയാത്രയെ തുടർന്ന് 1992 ഡിസംബർ 6-ന് കർസേവകർ ബാബറി മസ്ജിദ് തകർത്തു. മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു ആവശ്യം. പതിറ്റാണ്ട് നീണ്ട കേസിൽ ഇന്നേ വരെ വിശദമായ വാദം പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബജറ്റ് ചോർന്നുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ടിൽ ഗൗരവകരമായ കണ്ടെത്തൽ ഉണ്ടെങ്കിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പിണറായി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വ്യക്തമാക്കി. ആരോപിച്ച് VD സതീശനാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ വിഷയം സഭയിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗൌരവതരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്ത് ഉചിതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആദ്യം ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി ഇതിനകം ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തന്നിൽ അർപ്പിതമായ ചുമതലയുടെ നിർവഹണത്തിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സർ, ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിവാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനം വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രഹസ്യ സ്വഭാവമുള്ള ഒരു ബജറ്റ് രേഖയും ചോർന്നിട്ടില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും സഭയിൽ വ്യക്തമാക്കി. ഇതിന്റെ പിന്നിലൊരു വിൽഫുൾ ഇന്റൻഷൻ ഇല്ല. ഏത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിലും ആദ്യം വേണ്ടത് ഒരു വിൽഫുൾ ഇന്റൻഷൻ. അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫലമായിട്ട് ഒരു നഷ്ടവും സർക്കാരിനോ അല്ലെങ്കിൽ അനർഹമായ നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല. എന്നാൽ ധനമന്ത്രിയുടേത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ഐസക്കിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ആദ്യ റിപ്പോർട്ടിലൂടെ മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിശദീകരണം കേട്ടാൽ ഞങ്ങൾ ഇവിടെ സഭയോട് മാപ്പ് പറയണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പൊ വാദി
വാദി പ്രതിയായിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക പ്രസ്താവന കണക്കിലെടുത്ത് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മധ്യപ്രദേശിലെ ഒരു സംഘപരിവാർ RSS നേതാവ് നടത്തിയ വധഭീഷണിയെ അപലപിച്ച് നിയമസഭയിൽ പ്രമേയം. ഭീഷണി മുഴക്കിയ ആൾക്കെതിരെ പ്രസക്തമായ നിയമവകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണമെന്ന് മധ്യപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലൻ അവതരിപ്പിച്ച പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മധ്യപ്രദേശിലെ ഒരു സംഘപരിവാർ RSS നേതാവ് നടത്തിയ വധഭീഷണിയെ നിയമസഭ അപലപിക്കുന്നുവെന്ന് കാട്ടി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അരനൂറ്റാണ്ടിലേറെയായി രാഷ്ട്രീയ നേതാവ്, നിയമസഭാംഗം, മന്ത്രി എന്നീ നിലകളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചു പോരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെതിരായ വധഭീഷണിയിൽ കേരള ജനതയ്ക്കുള്ള ഉത്കണ്ഠയിലും ആശങ്കയിലും ഈ സഭ പങ്കുചേരുന്നുവെന്നും പ്രമേയം പറയുന്നു. സമാധാനപരവും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ പ്രവർത്തനങ്ങൾ അസാധ്യമാക്കുന്നതും ആശയങ്ങൾ കൊണ്ടല്ലാതെ അതുയർത്തുന്ന വ്യക്തികളെ ആയുധം കൊണ്ട് നേരിടുന്നതുമായ വിപൽക്കരമായ സംസ്കാരത്തെ ഒറ്റക്കെട്ടായി ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഈ സഭ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ് പ്രമേയം. അതേസമയം പ്രമേയത്തെ പിന്താങ്ങുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി MLAയും പറഞ്ഞു. BJP അംഗം O രാജഗോപാലിനെ കൂടി കാണിച്ച ശേഷമാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചതെന്ന് മന്ത്രി AK ബാലൻ സഭയെ അറിയിച്ചു. തുടർന്ന് സ്പീക്കർ പ്രമേയം ഏകകണ്ഠമായി പാസാക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് ചർച്ചയുടെ ഒന്നാം ദിനത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. ഐസക്കിനെ സോളമൻ രാജാവിനോട് ഉപമിച്ചും പിണറായിയെ അരിങ്ങോരോട് സാമ്യപ്പെടുത്തിയും ഭരണപക്ഷം. കിഫ്ബി സ്വപ്നം മാത്രമെന്ന് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ലീഗ് MLA ആയി TV ഇബ്രാഹിം ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതും പ്രദീപ് കുമാർ തച്ചോളി ഉദയനന്റെ കുടുംബക്കാരനെന്ന് CK നാണു വെളിപ്പെടുത്തിയതും സഭയ്ക്ക് കൗതുകമുണർത്തി. സഭയിൽ അംഗമല്ലെങ്കിലും MT വാസുദേവൻ നായരും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുമാണ് ഇന്നത്തെ ബഡ്ജറ്റ് ചർച്ചയിൽ നിറഞ്ഞു നിന്നത്. ഐസക്കിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തെ കൊട്ടാൻ പ്രതിപക്ഷം MTയെ കൂട്ടുപിടിച്ചപ്പോൾ ഭരണപക്ഷം അതേ പരിചയ തന്നെ ഉപയോഗിച്ച് തിരിച്ചടിച്ചു. കിഫ്ബി അൺഎയ്ഡഡ് സ്കൂളാണെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട VD സതീശൻ പരിഹസിച്ചപ്പോൾ സതീശന് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണെന്ന് TV രാജേഷ് MLA തിരിച്ചടിച്ചു. കർണാടകത്തിലെ കോൺഗ്രസ് ധനകാര്യമന്ത്രി GSTയെ പറ്റി പഠിക്കാൻ തോമസ് ഐസക്കിന്റെ അപ്പോയിന്റ്മെന്റിനായി കാത്തുനിൽക്കുന്ന കാര്യം TV രാജേഷ് പ്രതിപക്ഷത്തെ നോക്കി കളിയാക്കി. തോമസ് ഐസക്കിനെ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും രാജാവായ സോളമൻ രാജാവിനോട് ചിറ്റയം ഗോപകുമാർ ഉപമിച്ചു. നോട്ടെണ്ണാൻ യന്ത്രം വാങ്ങിവെച്ച KM മാണി ദാവീദ് രാജാവാണെന്നാണ് ചിറ്റയത്തിന്റെ പക്ഷം. ഐസക്കിന്റെ ബഡ്ജറ്റിനെയും സർക്കാരിനെയും വർണ്ണിച്ചപ്പോൾ M രാജഗോപാൽ ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുപോയി. എന്നാൽ മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ കവിത പോലെ സഭയ്ക്ക് തോന്നി. തച്ചോളി ഉദയനന്റെ കുടുംബത്തിൽ പിറന്ന ആളാണ് പ്രദീപ് കുമാർ എന്ന് CK നാണു വെളിപ്പെടുത്തിയത് സഭ ചിരിയോടെയാണ് സ്വീകരിച്ചത്. നമ്മുടെ ഒരു അംഗമായ ശ്രീ പ്രദീപ് തച്ചോളി ഉദയനന്റെ തറവാട്ടിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ശ്രീ നമ്മുടെ പ്രദീപിന്. അധികം ആളുകൾക്ക് അറിയുമെന്നറിയില്ല. പ്രദീപ് കുമാർ MLA. മാണിയുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് ഐസക്കിന് ഈ ഗതി വന്നതെന്ന് എന്നെ നെല്ലിക്കുന്ന് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്കില്ലെന്ന് DK മുരളി പറഞ്ഞു. വടക്കൻ വീരഗാഥയിലെ അരിങ്ങോടരുടെ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഉപമിച്ചത്. അരിങ്ങോടർ ചേകവരെ അടുത്തെറിഞ്ഞാലേ അകം കാണാൻ കഴിയൂ. കഠോരഭാവം ഒരു ഉറുക്കും തണ്ടും പോലെ കൊണ്ടു നടന്ന് ഗുരുക്കൾ ശീലിച്ചു. ഇനി അത് വിടാൻ വയ്യല്ലോ. ഒട്ടേറെ ജനപക്ഷ തീരുമാനങ്ങൾ എടുത്തപ്പോൾ കേരളം, മലയാളികൾ മുഖ്യമന്ത്രിയെ അടുത്തെറിഞ്ഞ് അകം കണ്ടു സാർ. ലീഗ് MLA ആയ TV ഇബ്രാഹിം ബഡ്ജറ്റിനെ എതിർക്കുന്നതിന് പകരം അറിയാതെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞത് അമ്പരപ്പുളവാക്കി. അങ്ങനെ ഈ ബജറ്റിനെ അനുകൂലിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഉദ്യോഗാർത്ഥികൾക്ക് PSC ജോലി നൽകേണ്ട സർക്കാർ അവർ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കാതിരിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരങ്ങളിൽ മുള്ളുകമ്പി കെട്ടുകയാണെന്ന് ഷാഫി പറമ്പിൽ കളിയാക്കി. കിഫ്ബി വഴി വായ്പ എടുക്കാനുള്ള കേരളത്തിന്റെ തീരുമാനം നാളെ മറ്റ് സംസ്ഥാനങ്ങൾ അനുകരിക്കുമെന്ന് സുരേഷ് കുറുപ്പും പറഞ്ഞു. ജീവൻകുമാർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി MV ജയരാജൻ ചുമതല ഏറ്റെടുത്തു. ഭരണനേതൃത്വത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുമെന്ന് MV ജയരാജൻ പീപ്പിളിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത്.
പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തേലത്ത്, പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ എന്നിവരോടൊപ്പം എത്തിയായിരുന്നു MV ജയരാജൻ ചുമതല ഏറ്റെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ MV ജയരാജൻ ഓഫീസ് ജീവനക്കാരുമായി പരിചയം പുതുക്കി. ഉദ്യോഗസ്ഥരെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുക എന്ന് MV ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ഭരണരാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഐക്യവും പൊരുത്തവുമാണ് ഭരണത്തിൻ്റെ മികവ്. അത് പ്രധാനമാണ്. ജനപക്ഷ വികസന ക്ഷേമ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ ഉദ്യോഗസ്ഥന്മാരാരും എതിർക്കുന്നില്ല. അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും എതിർക്കുന്നില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസനത്തിലെ ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വേണം. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കില്ല. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മുമ്പ് പലതരത്തിലുള്ള ചുമതലകൾ വഹിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പദവികളായിരുന്നു. എന്നാൽ ഇതാദ്യമായിട്ടാണ് താൻ ഓഫീസ് ചുമതല മാത്രമുള്ളൊരു പദവി വഹിക്കുന്നതെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു. MLA ആയി ഒന്നിലേറെ തവണ പ്രവർത്തിച്ച MV ജയരാജൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ, വൈദ്യുതി ബോർഡ് അംഗം എന്നീ ചുമതലകൾ വഹിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ VM രാധാകൃഷ്ണന് ജാമ്യം ലഭിച്ചു. ഉപാധികളോടെയാണ് തൃശൂർ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 1 മാസത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് കോടതി. വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, വിവരങ്ങൾ. ബ്രജീഷ്, മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ വ്യവസായി VM രാധാകൃഷ്ണന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തേക്ക് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നാണ് ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, കേസന്വേഷണവുമായി സഹകരിക്കണം. 1 ലക്ഷം രൂപയുടെ ബോണ്ടിന്മേലും 2 ആൾജാമ്യത്തിന്മേലുമാണ് ഉപാധികളോടെ ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി VM രാധാകൃഷ്ണന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മലബാർ സിമന്റ്സിന് ആവശ്യമായ ഫ്ലൈ ആഷ് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് വ്യവസായി VM രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ പാലക്കാട് വിജിലൻസ് DYSP മുമ്പാകെ കീഴടങ്ങിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വൈകിട്ടോടുകൂടി തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. 9 വർഷത്തേക്ക് ഫ്ലൈ ആഷ് നൽകാൻ കരാറുണ്ടാക്കിയ VM രാധാകൃഷ്ണന്റെ സ്ഥാപനം കാലാവധിക്ക് മുമ്പ് കെട്ടിവെച്ച ബാങ്ക് ഗ്യാരണ്ടി പിൻവലിച്ചു കൊണ്ടുപോയി എന്നതാണ് കേസ്. കരാറുണ്ടാക്കി 4 വർഷത്തിന് ശേഷം പലിശ സഹിതം 52.45 ലക്ഷം രൂപയാണ് പിൻവലിച്ചത്. ഇതുവഴി കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി എന്നാണ് കേസ്. ഈ കേസിൽ 3ാം പ്രതിയാണ് VM രാധാകൃഷ്ണൻ. മലബാർ സിമന്റ്സ് മുൻ MD പത്മകുമാർ, ജനറൽ മാനേജർ വേണുഗോപാൽ, ലീഗൽ ഓഫീസർ പ്രകാശ് ജോസഫ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർ ഈ പണം പിൻവലിക്കുന്നതിന് ഒത്താശ ചെയ്തു എന്ന കുറ്റമാണ് ഇവർക്കുമേൽ വിജിലൻസ് ചുമത്തിയിരിക്കുന്നത്. പ്രതീഷ്. ശരി രതീഷ്. മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. തിരുവനന്തപുരം കോട്ടൂരുള്ള ആനപരിപാലന കേന്ദ്രത്തിലെ ആനകളാണ് വേനൽ കടുത്തതോടെ ദുരിതത്തിലായത്. കേന്ദ്രത്തിലെ ഒരു ഭാഗത്ത് ജലാശയം പൂർണ്ണമായും വറ്റി വരണ്ടു. ആനയ്ക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച സാരമായി ബാധിച്ചു. വരൾച്ച എത്രത്തോളം ഗുരുതരമായി ബാധിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. നെയ്യാർ ഡാമിന്റെ വറ്റിവരണ്ട വൃഷ്ടിപ്രദേശത്തെ ജലാശയം. തിരുവനന്തപുരം കോട്ടൂരുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണിവ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്ര വലിയ വരൾച്ച ഇവിടെ ബാധിച്ചിട്ടില്ല. ജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ആനകളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. ജലാശയം വറ്റിവരണ്ടതോടെ 2 കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള 13 ആനകളെയും പുനരധിവാസ കേന്ദ്രത്തിന്റെ മറുവശത്ത് കൊണ്ടുപോയാണ് കുളിപ്പിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു കുഴൽക്കിണറും കുത്തി. ആനകൾക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച ബാധിച്ചു. ജലാശയം വറ്റിയതോടെ ഇവിടുത്തെ ബോട്ടിംഗും പ്രതിസന്ധിയിലായി. ആനകൾക്ക് ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ ആനസവാരിയും ഒഴിവാക്കി. ഒപ്പം ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ കഴിയാത്തതും വിനോദസഞ്ചാരികളുടെ എണ്ണം കുറച്ചു. ശരിക്ക് ഇത് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ വളരെ നിരാശയോടാണ് തിരിച്ചു പോകുന്നത്. ഈ ഇടക്കാലങ്ങളിൽ ഇത്രമാത്രം രൂക്ഷമായ വരൾച്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത്. ഇവിടുത്തെ എല്ലാ ആനകളുടെയും കുളിയും അതിന് കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്.
നമ്മൾ ഇക്കാര്യങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം എന്ന നിലയ്ക്ക് ഒരു കുഴൽ കിണറും അല്ലാതെ മറ്റ് സജ്ജീകരണങ്ങളോടെയാണ് നമ്മളിപ്പോൾ നിലവിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. വരൾച്ച ഇനിയും കടുക്കുകയാണെങ്കിൽ നെയ്യാറിന്റെ വിഷ്ടിപ്രദേശത്തെ ശേഷിക്കുന്ന ജലാശയങ്ങളും മരണത്തിന് കീഴടങ്ങും. ആർ കെ കുമാറിനൊപ്പം എസ് ഷീജ, തിരുവനന്തപുരം.